ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിലേക്കാണ്. ഞാൻ ഹസ്ബൻഡും പാർക്കുട്ടിയും കൂടി വന്നാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. സെപ്റ്റംബർ 11 വ്യാഴാഴ്ച അനിയത്തിയുടെ മാരേജാണ്. ചെറുതായിട്ട് ഫംഗ്ഷനൊന്നുമില്ല, ചെറുതായിട്ട് കഴിക്കാനാണ്. അപ്പോൾ കല്യാണം വിളിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഹസ്ബൻഡ് മാങ്ങളയുടെ വൈഫും നാത്തനും കൂടി കല്യാണം വിളിക്കാൻ പോയി. അപ്പോൾ ഞാനും പാർക്കുട്ടി തന്നെ ഉള്ളൂ. അപ്പം അമ്മ വേഗം ചായ വെച്ചു തന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ചെന്നതും ചായ വെച്ചു തന്നു. അപ്പം ഞാൻ എപ്പോഴും ഉള്ളതാണ്, ഞാൻ വീട്ടിൽ ചെന്ന് ആദ്യം പോയി നോക്കുന്ന അടുക്കളയാണ്. അപ്പം അടുക്കളയിൽ അവിടെ ചിക്കൻ കറി തിളച്ചുകൊണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ചിക്കനായിരുന്നു ഞങ്ങൾ വന്നുകൊണ്ട് അമ്മ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഇഡ്ഡലിക്കുള്ള മാവ് കണ്ടു കേട്ടോ. ഈ പാത്രം തുറന്ന് നോക്കിയപ്പോൾ ഇഡ്ഡലിക്ക് മാവ് അരച്ച് വെച്ചിരിക്കുക, അരി അരച്ച് വെച്ചിരിക്കണം. പിന്നെ അത് കഴിഞ്ഞ് അപ്പോഴേക്കും അമ്മ ചായ വെച്ചിട്ടുണ്ട്, കുടിക്കാൻ പറഞ്ഞു. ഞാൻ മെല്ലെ വെളിക്ക് പുറത്തോട്ട് പോയി. ഞാൻ വീട്ടിൽ പോയി എല്ലാവിടെയും ഒന്ന് സെർച്ച് ചെയ്യണ്ട, അതെൻ്റെ സ്വഭാവമാണ്. വല്ല പണിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ടാങ്ക് അവിടെ പൊട്ടിയ ടാങ്കാണ് കേട്ടോ, കുറെ കൊല്ലമായി. അപ്പം അതൊക്കെ ഇനി തട്ടിപ്പൊളിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അതിൽ നിറയെ മീൻ കുഞ്ഞുണ്ട് കേട്ടോ. അതിനൊക്കെ അമ്മ ഒരു പാത്രത്തിലാക്കിയിട്ട് ബക്കറ്റിലാക്കി മാറ്റി വെച്ച് പറഞ്ഞു. പിന്നെ താള് നിറയെ ഉണ്ട് കേട്ടോ. ഞാൻ എപ്പോൾ വീട്ടിൽ പോയാലും താള് വലിച്ചിട്ടേ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വരാറുള്ളൂ. പക്ഷെ ഇപ്രാവശ്യം ചെയ്തില്ല. പിന്നെ അതെൻ്റെ വല്യച്ഛൻ്റെ വീടാണ് കേട്ടോ. വല്യമ്മേരൊക്കെ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞു വീടാണ്, അത്ര സൗകര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതാണ് അടുക്കള, ഞങ്ങൾ ചോറ് വയ്ക്കുന്ന അടുക്കളയാണത്. ഉള്ളിലൊന്നും ചോറ് വയ്ക്കില്ല. പിന്നെ ഇത് അമ്മ അപ്പോഴേക്കും മിച്ചറും ചായയൊക്കെ ടേബിളിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാൻ പറഞ്ഞു. ചായ ചൂടാറട്ടെ പറഞ്ഞു. ജസ്റ്റ് ഇങ്ങനെ പോയി റൂമുകളിലൊക്കെ അതാ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചെറിയ 2 റൂം തന്നെ ഉള്ളു, കുഞ്ഞു റൂമാണ്. പിന്നെ ചെറിയൊരു ഹാള്, അത്ര തന്നെ, വലിയ സൗകര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇപ്പം ഒരു റൂം, പിന്നെ ഒരു ബെഡ്റൂം കാണിച്ച്, ഇതൊരു ബെഡ്റൂം. അത്ര വലിയ സൗകര്യം പറയാനൊന്നും ഇല്ല കേട്ടോ, ഒരു കുഞ്ഞു വീടാണ്. ആങ്ങളില്ല, ആങ്ങള് ഗൾഫിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഇതൊരു റൂം, പിന്നെ ചെറിയൊരു ഹാൾ. അപ്പോഴേക്കും അമ്മ അവിടെ നിന്ന് കൂകുണ്ട്, ചായ കുടിക്ക്, ചായ 6 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി അച്ഛനെ കാണിച്ചു തരാം കേട്ടോ. അച്ഛനെ കണ്ടിട്ടില്ലല്ലോ. അച്ഛന് വയ്യാതെ ഇരിക്കണം, BP ഷുഗറൊക്കെ ആയിട്ട്. BP കൂടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തളർന്ന്, പിന്നെ ഇപ്പത്തിരി നോർമലായിട്ടുള്ളൂ കേട്ടോ. അച്ഛൻ അവിടെ ഉണ്ട്. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട് കുഞ്ഞു മുറ്റമാണ്, അധികമൊന്നുമില്ല. സൈക്കിൾ ആങ്ങളയുടെ കുട്ടിയുടെയാണ്. ബാത്റൂം. പിന്നെ അച്ഛൻ്റെ എവിടെയോ ഉണ്ടായിരുന്നു, ഇപ്പം കാണാനില്ല. ഫോണും കൊണ്ടുപോയപ്പോൾ അച്ഛൻ ഓടിയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഇനി ചായ കുടിക്കാട്ടോ നമുക്ക്. അമ്മ ചായയും കൊണ്ട് ഇരിക്കുന്നുണ്ട്. ഇനി ചായയും മിച്ചറുമാണ്. അപ്പോൾ പാർക്കുട്ടി വേഗം കഴിച്ചു കേട്ടോ. എനിക്കിഷ്ടമാണ് കേട്ടോ മിച്ചറ്. എത്ര കിട്ടിയാലും ഞാൻ വേണ്ടെന്ന് പറയില്ല. ചോറില്ലെങ്കിൽ എനിക്ക് മിച്ചർ വേണം. അതേപോലെ തന്നെയാണ് പാറക്കുട്ടി. മിച്ചർ ഇരുന്ന് പെറുക്കി തന്നെയാണ്. നോക്കിക്കോ, കണ്ടില്ലേ, ചായ വേണം പറഞ്ഞ് ചായ ഒഴിച്ചു കൊടുക്കണം. അവൾ അമ്മൻ്റെ അടുത്ത് എന്തോ പറഞ്ഞതാണ്, ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ എന്താ പറഞ്ഞപ്പോൾ. അപ്പം അങ്ങനെ കടലയൊക്കെ ഇങ്ങനെ പെറുക്കി തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ആ സമയത്ത് അച്ഛൻ എവിടെ പറഞ്ഞ് ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോഴേക്കും അത് അച്ഛൻ ഇതാണ് എൻ്റെ അച്ഛൻ. അത്ര ഏജൊന്നും ആയിട്ടില്ല. എൻ്റെ കല്യാണം കഴിഞ്ഞ് 1 കൊല്ലമകത്ത് മുന്നേ ആൾക്ക് വയ്യാതായി. എന്തോ ഭാഗ്യത്തിന് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ അച്ഛൻ ചെയ്യാൻ തുടങ്ങി, അതുകൊണ്ടൊരു സമാധാനം. അല്ലാണ്ട് ഇപ്പോൾ 10 കൊല്ലമായി അച്ഛൻ ഇങ്ങനെ ആയിട്ട്. 9 കൊല്ലമായി ഇപ്പോൾ അച്ഛൻ ഇങ്ങനെ ആയിട്ട്. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു സങ്കടം. എന്നാലും അവനവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോൾ പിന്നെയും കുഴപ്പമില്ല. അപ്പോൾ അമ്മയും മകളെ തന്നെയാണ് പണിക്ക് പോകുക. അപ്പോൾ നാത്തൂനുണ്ട്, പിന്നെ കുട്ടിയുണ്ട്. പിന്നെ അനിയത്തിൻ്റെ കല്യാണം സെപ്റ്റംബർ 11 പറഞ്ഞല്ലോ. ഇതാണ് ഞങ്ങളുടെ ഒരു കൊച്ചു വീട്, അധികം സ്ഥലങ്ങളൊന്നുമില്ല, പാറപ്പുറത്താണ് വീട്. അപ്പോൾ ഇത് കണ്ടില്ലേ, കുഞ്ഞു വീടാണ്, അധികം സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ നാത്തൂൻ കേട്ടോ. ആള് മുസ്ലിമാണ്. അപ്പോൾ ആങ്ങളെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നാത്തൂൻ. പിന്നെ അപ്പുറത്ത് നിൽക്കുന്നത് വല്യച്ഛൻ്റെ മോനാണ്. അപ്പോൾ ഞങ്ങൾ വന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓടിയെത്തും കേട്ടോ. അടുത്ത വീട്ടിൽ എല്ലാവരും ഓടി വരും. അപ്പോൾ ഇതാണ് എൻ്റെ ആങ്ങളുടെ മോള്. ഞാൻ 1 വർഷത്തിന് ശേഷമാണ് അവളെ കാണുന്നത്. അവൾ കുറച്ചായി അവളുടെ അമ്മയുടെ വീട്ടിലായിരുന്നു. പിന്നെ ഇതാണ് എൻ്റെ അനിയത്തി. ഇവളുടെയാണ് കല്യാണം. സെപ്റ്റംബർ 11 എന്ന് പറഞ്ഞില്ലേ, ഇവളുടെയാണ് കല്യാണം. അപ്പോൾ ഒരേ ഒരു അനിയത്തി, ഒരാങ്ങളാണ് എനിക്കുള്ളത്. അപ്പോൾ
കണ്ടില്ലേ സ്നേഹപ്രകടനം. അന്ന് എൻ്റെ വീട്ടിൽ വന്നിട്ട് പോകുമ്പോൾ പാറൂസ് കുറെ കരഞ്ഞു. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കൊച്ചു വീടും കുറച്ച് എന്താ പറയുക അധികം ആൾക്കാരില്ലാത്തൊരു സന്തുഷ്ടമായ ഒരു കുടുംബമാണ് ഞങ്ങളുടെ എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കാണുന്നവർ വേണം ഇനി നിങ്ങൾ കണ്ടവർ വേണം ഇതിൻ്റെ അഭിപ്രായം പറയാം. അങ്ങനെ അപ്പോഴേക്ക് സമയം 2 മണി കഴിഞ്ഞു. ചായ കുടിക്കാനൊന്നും ഞാൻ നിന്നില്ല. മക്കൾ സ്കൂൾ വിട്ട് വരും പറഞ്ഞ് പേടിച്ചിട്ട് ഞാൻ വേഗം വീട്ടിലേക്ക് പോകുക. പറഞ്ഞിട്ട് നല്ല വെയിലാണ്. അച്ഛനും ഉമ്മർ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആങ്ങളുടെ കുട്ടി എൻ്റെ മോളൊക്കെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ പോണത് എൻ്റെ വീട്ടിൽ, ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ ബായ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബായ്.